ഹലോ മീഡിയസ്, കുറച്ച് വേദനയോടെ അല്ലാതെ എനിക്ക് കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ എനിക്ക് ഭയങ്കര എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ തുടരെ അല്ലെങ്കിൽ കൂടുതലായി ഇപ്പോൾ നടക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. അതാ ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. അതായത് നിങ്ങൾ അറിയുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, ചിലപ്പോൾ ഇതൊന്നും വലിയൊരു വാർത്തയായിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു വൈറൽ ന്യൂസ് ആയിട്ടൊന്നും സ്പ്രെഡ് ചെയ്തു എന്ന് വരില്ല. ഒരു ചെറിയ കുഞ്ഞു വാർത്തയായിട്ട് നമ്മളിങ്ങനെ കാണിക്കും, അങ്ങ് പോകും, പിന്നെ അതിനെക്കുറിച്ച് ഒരു അറിവുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് ശരി എന്തൊരു വലിയ ക്രൈമാണ്, എന്ത് വലിയൊരു പാപമാണ്, എത്ര വലിയൊരു ദുഷ്ടപ്രവൃത്തിയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണ് ഞാൻ പറയാൻ വെച്ചാൽ, അടുത്തായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് നവജാത ശിശുക്കളെ പല സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലും പല സ്ഥലങ്ങളിലും കൊന്നു കാണുന്ന ഒരു അവസ്ഥ നമ്മൾ സ്ഥിരമായി ഇപ്പോൾ കേൾക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ കേട്ടൊരു 3-4 കാര്യമാണ്. ഇതിപ്പോൾ നമ്മൾ അറിയുന്ന കാര്യമാണ്, ഇനി അറിയാതെ എന്തൊക്കെ എവിടെയൊക്കെ നടക്കുന്നതെന്ന് അറിയാം. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഒരു മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടു എന്നുള്ളത്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ തന്നെ ഒരു തൃശ്ശൂർ ഒരു നവജാത ശിശുവിനെ പ്രസവിച്ച ഉടനെ നവജാത ശിശുവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പ്രസവിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ കൊന്ന് കട്ടിലിനടിയിൽ വെച്ചിരുന്ന സംഭവം. പിന്നെ ഒരു വയസ്സായ കുഞ്ഞ്, അതുപോലെ തന്നെ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്ന ഒരു സംഭവം. ഇത് നവജാത ശിശുവിൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് അല്ലാതെ തന്നെ കേട്ട കുറേ ന്യൂസുകൾ. പക്ഷേ ഇതെല്ലാം ഒരു ചെറിയ ന്യൂസായിട്ട് പറഞ്ഞാൽ നിങ്ങൾ കഴിയുമെന്നുള്ളതാണ്. ഇതെന്താ സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ത്രീകൾ ഇതൊക്കെ ചെയ്യുന്ന, ഈ ക്രൈം ചെയ്യുന്ന സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളൊരു കുഞ്ഞിന് ഉള്ളിൽ ജന്മം നൽകി, അത് അബദ്ധത്തിലായിരിക്കാം, നിങ്ങൾക്ക് വേണ്ടായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും ഏതൊരു തര സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് നിങ്ങൾ ഇപ്പോൾ ആ ഒരു ഗർഭം നിങ്ങളുടെ ഉള്ളിൽ ജനിച്ചെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് അറിയാൻ കഴിയും. അല്ലാതെ അറിയാതെ ഉണ്ടാവുന്നതല്ല, അറിയാതെ ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ, മായോ മന്ത്രമൊന്നും അല്ലല്ലോ. അപ്പോൾ നിങ്ങൾ അറിയാം. അപ്പോൾ തന്നെ എന്തൊക്കെ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഇന്ന് ഈ ലോകത്ത് നിലവിലുണ്ട്. പണ്ടത്തേതിനേക്കാൾ വളരെയധികം, അതും ഇപ്പോൾ അതിന് യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ല. കോടതി വരെയും അത് സമ്മതിച്ച കാര്യമാണ്. കാരണം ഈ ഒരു ക്രൂരതകളൊക്കെ താങ്ങാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട്. നിങ്ങൾ ഇത് കുഞ്ഞിനെ ഉള്ളിൽ ജനിപ്പിച്ച് 10 മാസം അതിന് വളർച്ചയെത്തി ലോകത്തുള്ള ഏറ്റവും വലിയൊരു പ്രസവ വേദന എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വേദനയെല്ലാം സഹിച്ച് നിങ്ങൾ അതിനെ പ്രസവിച്ചതിന് ശേഷം ഒരു വേദന തിരിച്ചറിയാവുന്ന ആ ഒരു ഇതിലെത്തിയതിനു ശേഷം ക്രൂരമായി അതിനെ കൊല്ലുന്നു. അല്ലെങ്കിൽ വല്ലയിടത്തും ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് തന്നെ കുഞ്ഞു വേദന കൊണ്ട് പൊളയുകയാണ്. കാര്യം ഒരു ദിവസം 2 ദിവസമൊക്കെ പിന്നിട്ടിട്ടാണ് ആരെങ്കിലും ഒക്കെ കുഞ്ഞിനെ കാണുന്നത്. അപ്പോൾ തന്നെ കുഞ്ഞ് എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. നവജാത ശിശുവാണ്, കുഞ്ഞാണ്, അതിനുള്ളിൽ വേദനയ്ക്കില്ലേ. ആ ഒരു അവസ്ഥ വരെ എത്തിച്ചതിന് ശേഷം ഈ സ്ത്രീകൾ എന്തിനാണ് ഇതൊരു ഭയങ്കര വലിയൊരു ക്രിമിനൽ കൊല, ഏറ്റവും വലിയ സൈക്കോ നിങ്ങളാണെന്ന് ഞാൻ പറയും. കാര്യം ഇത്തരം കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ ഇനിയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാതിരിക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം 3 മാസമോ 4 മാസമോ ആയിപ്പോയി, നിങ്ങൾ അറിയാണ്ട് അങ്ങനെ പറ്റിപ്പോൾ ഒരുപാട് പേർക്ക് പീരീഡ്സ് കറക്റ്റ് അല്ല. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഈവൻ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതൊക്കെ പറയാവുന്നേ ഉള്ളൂ. അപ്പോൾ പറ്റിയിട്ടുണ്ടാവും. ചിലപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയിൽ ഈ ഗർഭം തുടരും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളുടെ സാഹചര്യങ്ങൾ കണ്ട് നിങ്ങൾക്കൊരു ഡോക്ടറെ സമീപിക്കാം. നിങ്ങളുടെ സാഹചര്യങ്ങൾ പറയാം, എനിക്ക് കുഞ്ഞിന് ഇങ്ങനെയാണ്, അബദ്ധം പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല, ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു മാർഗ്ഗം സ്വീകരിക്കാം. അല്ലാതെ ഈ കുഞ്ഞിനെ വളർത്തി പ്രസവിച്ച് ഒരു കുഞ്ഞു ജീവനാക്കിയതിനു ശേഷം നിങ്ങൾ ക്രൂരമായ കൊലപാതകം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കൊണ്ടുവന്ന് കളയേണ്ട ആവശ്യമുണ്ടോ? സ്ത്രീകളെ ഇത്തരം ക്രൂരതകളിലേക്ക് നിങ്ങൾ പോകാതെ ഇരിക്കുക. കാര്യം നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരുപാട് ഗർഭനിരോധന മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ അങ്ങനെ ചെയ്യൂ. ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കാതിരിക്കും. കേൾക്കാൻ വയ്യ, കാണാൻ വയ്യ. അതുകൊണ്ട് ഇതൊന്നും വലിയ വാർത്തയായിട്ടൊന്നും വരില്ല.